ഓൾമോസ്റ്റ് ഒരു 2 years ആയി ലോജിക്കിൽ ഫാക്കൽറ്റി ആയിട്ട്. ആക്ച്വലി ഒരു ടീച്ചിങ്ങിനോട് പണ്ടൊന്നും താല്പര്യമില്ലായിരുന്നു പഠിക്കുന്ന സമയത്ത്. ബട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ പഠിപ്പിച്ച് എനിക്കതിനോട് ഇൻട്രസ്റ്റിംഗ് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സന്തോഷ് സാറോട് പറയുന്നത് എനിക്ക് ടീച്ചിങ് താല്പര്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ. സന്തോഷ് സാറ് എനിക്ക് ഇവിടെ ഒരു സ്പേസ് തന്നു. എനിക്ക് പറഞ്ഞാൽ മീൻസ് അതെനിക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എനിക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കി എന്താണ് എന്നെ കൂടുതൽ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ. ഒരു പ്രോബ്ലംസ് ചെയ്യുമ്പോഴും പിള്ളേർക്കൊരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോഴും പിള്ളേരുടെ മുഖത്തൊരു സന്തോഷം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് പുറമെ ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം അതിലാണ് ഹാപ്പിനെസ് എന്ന് മനസ്സിലായി. അപ്പം ഞാൻ പഠിച്ച സമയത്ത് എനിക്കെന്തെല്ലാം കിട്ടിയിരുന്നോ എനിക്ക് കിട്ടാതിരുന്നോ അതെല്ലാം എനിക്കെന്തെന്ന് നല്ലോണം അറിയാം. അപ്പം എനിക്ക് പിള്ളേർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് കറക്റ്റ് മനസ്സിലായി. എനിക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പിള്ളേരെ കൂടെ മീൻസ് ഒരു അധ്യാപകന് പുറമെ ഒരു സുഹൃത്തിനെ പോലെയാണ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അവർ ഒരിക്കലും മടിക്കാറൊന്നുമില്ല. എന്ത് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എന്തെങ്കിലും തുറന്നു പിള്ളേർ പറയാറുണ്ട്. അപ്പം ഫ്രാങ്ക്ലി പറഞ്ഞാൽ ഐ ആം റിയലി ഹാപ്പി. ടീച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് മീൻസ് എന്ന് പറയുന്നത് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എവറി ടൈം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഇമ്പ്രൂവ്. ടീച്ചിങ് ആണെങ്കിൽ ടീച്ചിങ്ങിൽ ഇമ്പ്രൂവേഷൻസ് വരുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ലോജിക്കിൻ്റെ കേസസിൽ പറയുന്ന സമയത്ത് ലോജിക് ഒരു ഫാക്കൽറ്റിക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ ബെസ്റ്റ് പ്ലേസ് ഫോർ എ ഫാക്കൽറ്റി. അതായത് ഇവിടുത്തെ അക്കാഡമിക്സ് എന്ന് പറയുമ്പം എനിക്ക് മനസ്സിലായിടത്തോളം നോട്ട് ഓൺലി ടീച്ചിങ് മാത്രമല്ല, മോർ ദാൻ ദാറ്റ്, അതായത് നമ്മുടെ പിള്ളേരുടെ സ്കിൽസിൻ്റെ കാര്യങ്ങൾക്കും പ്രൊവൈഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് വരുവാണെങ്കിൽ ആഫ്റ്റർ ദാറ്റ്, അതായത് ഒരു CM കഴിഞ്ഞതിന് ശേഷം എന്താകുമെന്നുള്ളൊരു ഫിയർ പിള്ളേർക്ക് ഇല്ല. നോർമലി പറഞ്ഞാൽ പിള്ളേർക്ക് മീൻസ് ദേ ആർ ഫീലിംഗ് സെക്യൂർഡ് ആയത് ഫീൽ ചെയ്യുന്നുണ്ട് അവർ. എസ്പെഷ്യലി സന്തോഷ് സാറിൻ്റെ കേസിൽ പറയുകയാണ്, സന്തോഷ് സാർ ഫസ്റ്റ് പ്രയോറിറ്റി ആൾവേസ് അക്കാഡമിക്സിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രാഞ്ചഡ് ആയ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം അക്കാഡമിക്സ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. സാർ അത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം ദ ഫൗണ്ടേഷൻ ഈസ് ഫൗണ്ടേഷൻ തറവുമാണ്. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു. പിള്ളേർ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്.